അസ്സലാമുഅലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, ഞാൻ ധാരാളം ചെടികളൊക്കെ ഉള്ള ഒരു ഗാർഡനിലേക്കാണ് വന്നത്. ഇവിടെ നിന്ന് എനിക്ക് കൃഷിക്ക് ആവശ്യമായ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിത് പച്ചക്കക്ക പൊടിച്ചതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുമ്മായത്തിന് പകരമായി നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ഇത് മണ്ണിൻ്റെ pH കറക്റ്റ് ആക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് വളങ്ങളിട്ട് പെട്ടെന്ന് കൃഷി ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമ്മൾ കുമ്മായം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഇവിടുന്ന് 2 തരത്തിൽപ്പെട്ട വിത്തുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് നീലക്കാന്താരി, റെഡ് വെണ്ട ഇതൊക്കെയാണ് വിത്തായി എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് പച്ചക്കക്ക പൊടിച്ചതിന് വില 30 രൂപയാണ്. ഇത് ഒരു പാക്കറ്റ് വിത്ത് 10 രൂപയാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൃഷിയിടത്തിലെ മണ്ണിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ചേർക്കാറുണ്ട്. ഡോളോമൈറ്റാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മണ്ണിൻ്റെ കൂടെ വളവും ചേർത്ത് കൃഷി ചെയ്യാൻ പറ്റും. 1 ദിവസമോ 2 ദിവസമോ മതി. എന്നാൽ കുമ്മായമാണെങ്കിൽ 15 ദിവസം ഇട്ടിരുന്നതിന് ശേഷം മാത്രമേ കൃഷിക്ക് പറ്റുകയുള്ളൂ. ഈ കുമ്മായവും ഡോളോമൈറ്റും ഒക്കെ മണ്ണിൻ്റെ പുളിരസം പോയി വിളവിരട്ടിയാക്കുന്നതിന് സഹായിക്കുന്നു. അതുമാത്രമല്ല, ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവ് കൂടി ഉണ്ടാകുന്നു. പച്ചക്കക്ക മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പാക്കറ്റ് ക്രിസ്റ്റൽ പോലുള്ള ഒരു പാക്കറ്റാണ്. കുമ്മായം ഞാൻ നേരത്തെ വാങ്ങി കൃഷിക്കൊക്കെ ചേർത്തതിന് ശേഷമുള്ളത് പൊട്ടിച്ചൊരു പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ പാക്കറ്റിൽ നിന്ന് ഒരു പിടി ഒരു ഗ്രോ ബാഗിന് ഞാൻ ചേർത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ളൊരു വെള്ളപ്പൊടിയാണ്. തക്കാളി കൃഷി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വാട്ടരോഗമൊന്നുമില്ലാതെ തക്കാളിക്ക കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗാർഡനിലുള്ള കുറേ റോസാ ചെടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരുപാട് റോസാ ചെടിയും പൂക്കളും ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും അതുപോലെ തന്നെ ലെമൺ വൈയുടെ തൈയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പച്ചക്കക്കയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഗാർഡനിൽ സീനിയ, ഡാലിക അതുപോലെ തന്നെ ഒട്ടനവധി റോസാപ്പൂക്കളൊക്കെ ആണ് ഉള്ളത്. അപ്പോഴെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ തൊട്ടടുത്ത് നിന്ന് സീനിയ, ഡാലിയ, റോസ ഇതിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട്.